സുഹൃത്തുക്കളെ, വോയേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കിൽത്താൻ ദ്വീപിൽ ഇവിടെ ബീച്ച് റോഡ് കൂടി നടന്നു വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അടിപൊളി കാഴ്ച കണ്ടു കേട്ടോ. നമ്മുടെ ലക്ഷദ്വീപിലെ പോലീസുകാർ വെറും പോലീസല്ല, മാസമാണ്, മരണമാസം. നമുക്കൊന്ന് കണ്ടേക്കാം വൈബ് പോലീസുകാരുടെ നല്ലൊരു കാഴ്ചകൾ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. സർ, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഭയങ്കര വൈബാണല്ലോ ഇവിടെ മൊത്തം? എന്താ പരിപാടി ആയിരിക്കും ഇവിടെ? കിൽത്താൻ ദ്വീപുകാർ നമ്മുടെ ഈസ്റ്റേൺ എംബാർക്കേഷൻ ജെട്ടിയാണിത്. അപ്പോൾ ഇതിൽ മൺസൂൺ സീസണിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്ത്രീ, കുട്ടികൾ, അതുപോലെ മുതിർന്ന ആൾക്കാരൊക്കെ നമ്മൾ ബോട്ട് ഇവിടെ അടുപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ പാശൊക്കെ പിടിച്ചിട്ട് അവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ലിപ്പായി പോകുന്നത്. അപ്പോൾ അതുമൂലം പല അപകടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം ഇന്നത്തെ ഒരു ദിവസം ക്ലീൻ ഗ്രീൻ കിൽത്താൻ ഓൾറെഡി നമുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഇവിടെ ഇന്ന് പോലീസുകാരും ഫയറും IRB ഞങ്ങൾ 3 ഫോഴ്സും ചേർന്നിട്ട് ഈ ജെട്ടിയിൽ കാണുന്ന ഈ പായലുകളൊക്കെ ഒന്ന് കളയാനും പിന്നെ ഇവിടെ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ഒരു പാസഞ്ചേഴ്സ് ഹാളോ മറ്റു കാര്യങ്ങളോ ഒന്നും കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ ജെട്ടി ഒന്ന് സൂപ്പറാക്കി നാട്ടുകാർക്ക് ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രയത്നം ചെയ്യുന്നത്. ഫുള്ള് വൈബ് പോലീസാണല്ലോ. എല്ലാവരും ഹാപ്പിയാണ്. കാരണം എല്ലാവരുടെയും ഫാമിലി വരുന്നതും പോകുന്നതും ഈ ഒരു ബ്രിഡ്ജിലൂടെയാണ് മൺസൂൺ. അപ്പോൾ അതൊന്ന് നോക്കി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ അതാണ് നമ്മുടെ ഇതിന്റെ എയിം. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ക്ലീൻ ഗ്രീൻ കിൽത്താൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഇന്നലെ ലോഞ്ച് ചെയ്തതാണ്. ഇന്ന് അവർ വീട് തോറും കയറി പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സഞ്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പരിപാടിയൊക്കെ. ആ സമയത്ത് തന്നെയാണ് ഇവിടെ കിൽത്താൻ ദ്വീപിലെ പോലീസുകാർ ഇവിടെ ഒരുമിച്ച് കൂടി. അവർ ഇവിടെ ഏകദേശം എത്ര പോലീസുകാരൊക്കെ ഉണ്ട്? ഏകദേശം ഞങ്ങൾ 18 പേരുണ്ട്. ടോട്ടൽ 18 പേര്. IRB നമുക്ക് തരുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 4 പേര് തരും, 4 പേര് ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിന്. പിന്നെ ഫയറിൽ 6 പേര്. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രാവിലെ 9:30 ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വാർഡ് നമ്പർ 4-ലായിരുന്നു ലോഞ്ചിങ് സെറമണിക്ക് നമ്മളവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ ഓരോരോ വിഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞായറാഴ്ച നമുക്ക് രണ്ടും നടന്നോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ഒരു വാർഡ് കംപ്ലീറ്റ് വൃത്തിയാക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഒരു എൻട്രി ഗേറ്റ് ആയിട്ടുള്ള ഇതുപോലെ കാരണം പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം കിൽത്താൻ ദ്വീപിലേക്ക് ആര് വരുന്നെങ്കിലും നമ്മുടെ ഈ മൺസൂൺ സീസണിൽ ഇറങ്ങുന്നത് ഇവിടെയാണ്. ബുദ്ധിമുട്ടാണ് ഇവിടെ. അതന്നെ സ്ലിപ്പായി പോകുന്നത്. മോൾ ഭാഗം ക്ലീൻ ചെയ്യാനും കുറച്ച് പേര് ആ ഭാഗത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഏരിയ നമ്മൾ ഈ ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഈ ഏരിയ കംപ്ലീറ്റ്, ഈ പ്രിമൈസസ് കംപ്ലീറ്റ് ഒന്ന് ഇന്നത്തെ ലക്ഷ്യം അതാണ്, വൃത്തിയാക്കിയിട്ട് ജനങ്ങളത് ഫോളോ അപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാനും നമുക്കിവിടെ ആൾക്കാരെ നമ്മൾ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതുപോലെ പ്ലാസ്റ്റിക്, ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഇടുന്നതുണ്ട്. അതൊക്കെ നമ്മൾ സ്വരൂപിച്ച് ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിനൊക്കെ അറിയിക്കാനും അവർ വന്ന് അവരുടെ ടീം വന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്തോട്ടെ. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതന്നെ, ഈ ചെറിയൊരു ഏരിയയിൽ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോലീസ് ടീം തന്നെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മറ്റേ 12/7/26 തിങ്കളാഴ്ച എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റേ ക്ലീൻ ഗ്രീൻ കിൽത്താൻ, അതുപോലെ പ്ലാസ്റ്റിക് ഫ്രീ കിൽത്താൻ എന്നീ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സൺഡേ ഹോളിഡേ ഞങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് നാട്ടുകാരോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന്, കാരണം നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൃത്തി ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു നമ്മളെ റസൂലിനെ സ്നേഹിക്കുന്ന നമ്മൾ മറ്റേ ആ ഒരു ഇത് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ വീടിൻ്റെ പരിസരങ്ങളുമെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ആണ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് സ്വയം ഓരോ ഇൻഡിവിജ്വലും ക്ലീൻ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ക്യാമ്പയിൻ വിജയത്തിലെത്തിക്കാൻ കഴിയും. ഓക്കെ, വിജയത്തിലാവട്ടെ എന്ന് സ്കൂൾ കുട്ടികൾക്കും എല്ലാ ആൾക്കാർക്കും ആശംസകൾ അറിയിക്കും. ഓക്കെ, താങ്ക് യു. ഈ മണ്ണെന്തിനാണ് പറഞ്ഞോ? മണ്ണിന്റെ ഈ വേസ്റ്റ് ഒക്കെ വന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണെടുക്കുന്നത്. പെട്ടെന്ന് ഈ പാശൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പെട്ടെന്ന് വെള്ളം വരുന്നതിന് മുമ്പ് അത് പണിയെടുത്തെടുക്കണം. പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ അത് തേച്ചുകൊണ്ടേയിരിക്കണം.
സാർ എങ്ങനെയുണ്ട് ബിരിയാണി ഉഷാറാണോ? ഒന്നൊന്നര രക്ഷയില്ലേ?